ഫെൻഡിയിൽ വരുന്ന അൺസ്റ്റിച്ചിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ പാർട്ടി വേസ് ഒക്കെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ ചാർട്ട് ആട്ടോ വരുന്നതെന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റർ ആയിട്ട് വരുന്ന കളർ ചാർട്ടിലാണ് നമ്മളിത് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ഈദ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ്. സോ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഈദിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബ്രൈറ്റ് ചാർട്ട്സിന്റെ കളക്ഷൻസ് ആണ് കൂടുതലും. എപ്പോഴും വന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പം നമുക്ക് മുന്നേക്ക് എന്ന് പറയുമ്പോൾ പേസ്റ്റൽസിലായിരുന്നു കുറച്ച് കൂടുതലായിട്ട് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ്നസ്, നമുക്ക് നോർമലി കാണുന്നത് നല്ല റാണിയുടെയും ഗ്രീൻ്റെയും മെജന്താൻ്റെ ഒക്കെ നല്ല നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ്, അത് ഈ ഫെൻറ്റി പോലുള്ള ക്ലോത്ത്സിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ബ്രൈറ്റർ ആയിട്ട് വരുന്നത്. സോ അതുപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള അൺസ്റ്റിച്ചിന്റെ കളക്ഷൻ ആട്ടോ. ഇത് അൺസ്റ്റിച്ച്ഡ് ആണ്, ഞാനിത് സ്റ്റിച്ചിന്റെ ഫോം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ നല്ലൊരു ത്രെഡിന്റെ വർക്ക് കൊടുത്തിട്ട് യോക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കാലപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ദുപ്പട്ടയിൽ വൺ സൈഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഹെവി ആയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബോർഡേഴ്സ് കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതർ സൈഡിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്കാലപ്പിംഗ് കൊടുത്തിട്ട് ഫുൾ ചെറിയ ബുട്ടീസ് ഒക്കെ കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് ദുപ്പട്ടയാണ്. പിന്നെ ഈ ഒരു ക്ലോത്ത്സ് കുറച്ച് നല്ല മീൻസ് ഈ ഒരു ഷെയ്ഡ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. ഇതിൽ വരുന്ന എല്ലാ ചാർട്ട്സും നല്ല ബ്രൈറ്റ് ആണ്. ഈവൻ പേസ്റ്റൽസ് ആണെങ്കിൽ പോലും അതിനൊരു ഷൈനിങ് ഫീല് വരുന്നുണ്ട്. സോ പേസ്റ്റൽ ചാർട്ട്സിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അടുത്തൊരു പാർട്ടിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പേസ്റ്റിലാണെങ്കിൽ പോലും നല്ലൊരു ബ്രൈറ്റ് ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ക്ലോത്ത്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1250 എന്നത് 290 റേഞ്ചിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത്. അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന ഡിസൈനാണ് ഈ ഒരു ഇതിൽ. ഇതിന് ചാർട്ട് ഉണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പീകോക്ക് ഗ്രീന്, മെജന്ത, റാണി, ഇതൊക്കെ ഞാൻ വേറെ ഇതിരിക്കുന്ന ഡിഫറെൻറ്റ് ചാർട്ടാട്ടോ. റാണി ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര റെയറായിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ്. ഈ റാണിയൊക്കെ നമുക്ക് ഷോപ്പിലൊന്നും ഇരിക്കാറില്ല. ഈ ഷെയ്ഡ്സ് ഒക്കെ തിരക്കി വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ചാർട്ട് വരുമ്പോഴത്തേക്കും നല്ല ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ പേർപ്പിൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇതിൽ വരുന്ന ചാർട്ടാണ്. 1290 കേട്ടോ പ്രൈസ് വരുന്നത്. ഇതൊക്കെ ഭയങ്കര ഡാർക്ക് ബ്ലൂ, ഇത് കണ്ടോ ഷെയ്ഡ്സ് ഭയങ്കര സൂപ്പറായിട്ട് വരുന്ന ഷെയ്ഡ്സാണ്. അതിലേക്ക് നമ്മുടെ ഒരു ആൻറ്റിക് സെറി കൊടുത്തപ്പോഴത്തേക്കും ഇഷ്ടം കൂടെ ഭയങ്കര ബ്രൈറ്റർ ലുക്ക് ഉണ്ട് കേട്ടോ. മെറൂണ് നല്ലതുണ്ടോ ഷെയ്ഡ്സ് ഉണ്ട്, നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിലിംഗ് കാണിക്കാം. അപ്പം 1250 നിങ്ങൾക്കിത് സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ നമുക്കൊരു ഡിസൈനർ സെക്ഷൻ ഉണ്ട്. സോ നിങ്ങളുടെ ഒരു മെഷർമെൻറ്റ് മീൻസ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല നിങ്ങൾ തരുന്ന സൈസ് ചാർട്ടിലാണെങ്കിലും നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പം അടുത്ത ഷീറ്റ്സ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലിംഗ് പറയാം. വേണ്ടേ മെറൂൺ വരുമ്പോഴത്തേക്കും വേണ്ടേ ഈ ഒരു ഷീറ്റ് പെട്ടെന്ന് ചാർട്ട് മെറൂണ് 1250 കേട്ടോ. അടിപൊളി ചാർട്ടാണ്. അടുത്തത് വരുന്നത് റാണി പീക്ക്. ഇതാണ് ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ യോക്കിൽ വരുന്ന വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഫുള്ള് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഫുള്ള് ഓപ്പൺ ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ആ ഒരു ഡീറ്റെയിൽഡ് വ്യൂ വരുന്നത്. 1290. അടുത്തത് വരുന്നത് പീകോക്ക് ബ്ലൂ. അല്ല കേട്ടോ, നമുക്ക് ഈ ഒരു റേറ്റിൽ. പിന്നെ ഈ ക്ലോത്ത്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്യുവർ കെയർ ചെയ്യുന്ന പോലെ അത്രയും വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡെയിലി യൂസിന് നല്ലതാണ്. മീൻസ് വാഷ് ചെയ്തൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം, ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. 1290. ഇതാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നത്. ഇതൊരു ഡാർക്ക് പേർപ്പിൾ വൈൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് 1290. ഇനി ഡാർക്ക് ബ്ലൂ, പീകോക്ക് ബ്ലൂ. മുന്നേ കാണിച്ചതും ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ്സ് ആണ്, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ നല്ലൊരു ഡാർക്കിഷ് ടോണാണ്. സ്റ്റൈൽ. അടുത്തത് ഇത് ഞാൻ സെയിം വെയർ ചെയ്തിരിക്കുന്ന ഗ്രീൻ. ഇതിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ യോക്കിലെ വർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ തന്നെ വരുന്നുണ്ട്. 1290. ഇനി ഫൈനലി വരുന്നത് പർപ്പിൾ. അപ്പം നമുക്ക് അടിപൊളി കളർ ചാർട്ട്സ് ആണ്. ഇപ്രാവശ്യം ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പറ്റുന്ന കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ സ്റ്റോർ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതിയ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.